ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ വെക്കേഷനായിട്ട് എങ്ങും പോയിട്ടില്ല എന്നുള്ള ആഹിലിൻ്റെ പരാതി തീർക്കാനായിട്ട് പോവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ലുലുവിലേക്കാണ് കേട്ടോ യാത്ര. അപ്പോൾ ഇതിപ്പോൾ സൺഡേ ആണ്. നാളെ ക്ലാസ് തുറക്കുമല്ലോ, തിങ്കളാഴ്ച തുടങ്ങി ക്ലാസ് ഉണ്ട്. ഈ ഒരു 10 ദിവസം വെക്കേഷൻ കിട്ടിയെങ്കിലും കാര്യമായിട്ട് എങ്ങും പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. വീട്ടിൽ തന്നെയായിരുന്നു. നബിദിനവും ഓണോ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെ കൊച്ചാപ്പാടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെൺപിള്ളേരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു രസമായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നിപ്പോൾ ലുലുവിലേക്ക് പോവാണ് കേട്ടോ. എടപ്പള്ളി എന്ന് പറയുന്നത് ജനിച്ചു വളർന്ന സ്ഥലമാണെങ്കിലും ഇപ്പോൾ വരുമ്പോൾ ആകെ കൺഫ്യൂഷനായി പോകട്ടോ. ഒരുപാട് ചേഞ്ചസ് വന്നു കേട്ടോ. ജനിച്ചതും വളർന്നതും പഠിച്ചതും ജീവിച്ചതും ഒക്കെ എടപ്പള്ളി തന്നെയാണ്. ഞങ്ങൾ ആലുവയിലേക്ക് മാറിയിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ലുലുവിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം രാവിലെ തന്നെ എഴുന്നേക്കണമെന്ന് ഞാൻ ആഹിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പോകണമെങ്കിൽ. പക്ഷേ ഇറങ്ങിയപ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഉച്ചയ്ക്ക് മുന്നേ ആണല്ലോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ ആദ്യം കയറിയില്ല. ആദ്യം ഫാഷൻ സ്റ്റോറിലേക്കാണ് കേട്ടോ കയറിയേക്കുന്നത്. എനിക്ക് അവിടെ നിന്ന് അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഹിലും കൂടി വെറുതെ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ഹോട്ട് വീലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആലിം അത് കണ്ട പാടെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കയ്യിൽ നിന്ന് വിടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പൊക്കെ ആഹിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ലുലുവിൽ വരുമായിരുന്നു കേട്ടോ. വെജിറ്റബിൾസ് വാങ്ങിക്കാനൊക്കെ ഞങ്ങൾ ലുലു തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം തൊട്ടടുത്താണല്ലോ, നമുക്കൊരു സ്റ്റോപ്പ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടകളിലേക്ക് പോകുന്ന പോലെയാണ് ലുലുവിലേക്ക് പോയിരുന്നത്. ലുലുവിൽ പോകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് മാത്രം എടുത്താൽ മതിയല്ലോ. നമുക്കിങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്ര എണ്ണം വേണം അത്രമാത്രം എടുത്താൽ മതി. അപ്പം ഞങ്ങൾ ആലുവയിലേക്ക് മാറിയതിന് ശേഷം വരലിത്തിരി കുറവാണ്, എങ്കിലും ഇടയ്ക്കൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ആലിമിനെ അങ്ങനെ കാര്യമായിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ ലുലുവിൽ. ആഹിൽ നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഓർമ്മയില്ലല്ലോ, കുഞ്ഞായിരിക്കുമ്പോഴാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഫാഷൻ സ്റ്റോറിൽ കുറച്ച് നേരം ചുറ്റിപ്പറ്റിയൊക്കെ നടന്നതിന് ശേഷം ഞങ്ങളിതാ ലുലു കണക്റ്റിലേക്കാണ് കേട്ടോ കയറിയേക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ല കേട്ടോ. എങ്കിലും ലുലുവിൽ വരുമ്പോൾ ഫാഷൻ സ്റ്റോറിലും ലുലു കണക്റ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറുന്നത് ഒരു ശീലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറമെ ഒന്ന് ഓഫറൊക്കെ ഒന്ന് നോക്കി വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങുക, അല്ലാണ്ട് കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനൊന്നും അല്ല കേട്ടോ. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനുമില്ല. എങ്കിലും ഈ ഒരു റേറ്റൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നടന്നു കുട്ടികളുടെ ഒപ്പം. അപ്പോൾ കാർപ്പറ്റിനൊക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാർപ്പറ്റ്, ബെഡ്ഷീറ്റ് ഒക്കെ നല്ല ഓഫറുണ്ട്.
അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ, മോമോസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം എന്താ ഈ കുട്ടികൾ കളിക്കുന്ന കുറച്ച് ഏരിയാസിലോട്ട് വന്നിട്ടുണ്ട്. ഒന്നിലൊന്നും കയറിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നടന്നു. പിന്നെ ഇതാ ഫലൂഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആലിമ കഴിച്ചില്ല, പക്ഷെ ആലിമിൻ്റെ വേസ്റ്റ് ആയില്ല കേട്ടോ, ഞാനും ആഹിലും കൂടി കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഫലൂഡയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ പിന്നെയും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കായിരുന്നേ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പർച്ചേസിങ് നടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് എടപ്പള്ളിയിൽ തന്നെ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പോകുമ്പോൾ നോട്ടിടുന്നതാണ്. റോസ് ഒരുപാട് വാങ്ങിച്ച് പരീക്ഷിച്ചും അടുത്തതാണെങ്കിലും റോസ് കാണുമ്പോൾ പിന്നെ ഒരു അട്രാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഒരു റോസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു റോസ് വാങ്ങിച്ചതിന് കാരണമുണ്ട് കേട്ടോ. ആഹിലിൻ്റെ പുറകിലിരുന്ന് പിടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആലിമ ഫ്രണ്ടിൽ നിൽക്കുവാണല്ലോ, അതുകൊണ്ടാണ് ഒരു റോസ് മാത്രം വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഉമ്മച്ചിക്ക് ഒരു ചെമ്പരത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഉമ്മച്ചിക്ക് ചെമ്പരത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് ഒരു പോട്ട് ചെമ്പരത്തി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 5 മണിയായിട്ടോ ഞങ്ങൾ വീട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പ്ലാന്റ്. അപ്പോൾ ഇത് ഞാൻ മാറ്റി നടുന്ന രീതിയിലല്ല കേട്ടോ വാങ്ങിച്ചത്, ഫുൾ ഒരു അത്യാവശ്യം വലിയ പോട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിൻ്റെ ചെറിയ പോട്ട് ഉണ്ടായിരുന്നു, എങ്കിലും ഞാനത് നോക്കിയില്ല. കാരണം മാറ്റി നടുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാനാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, പോട്ട് ഉൾപ്പെടെയും കവറിലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച് മടുത്തതാണ് റോസ്. 20 കൂടുതൽ ഒരു പ്രാവശ്യം തന്നെ. ഇപ്പോൾ ഈ ബോഗൺവില്ല വാങ്ങിച്ച് കൂട്ടുന്ന പോലെ തന്നെ റോസ് ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ നിർത്തി. നല്ല പണിയാണ് റോസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, എങ്കിലും ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ചെമ്പരത്തിയൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി കയ്യോടെ തന്നെ ഉമ്മച്ചിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഉമ്മച്ചിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന വഴിക്ക് അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ വാങ്ങി വന്നേ. അപ്പോൾ വന്ന പാടെ തന്നെ കുളിച്ച് ഫ്രഷായി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ലുലുന്ന് കഴിക്കാനായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നബിദിനത്തിൻ്റെ ചോറ് അങ്ങനെ തന്നെ ഇരിക്കുവാണ് കേട്ടോ. ചോറ് ഇരിക്കുന്നുണ്ട്, കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ചിക്കൻ വറുക്കണം. ചിക്കൻ ഓൾറെഡി ഞാൻ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ രാവിലെ തന്നെ പോയത്. അപ്പോൾ അത്യാവശ്യം ആ ഒരു ഐസൊക്കെ വിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചിക്കൻ ഒന്ന് വേഗം വറുത്തെടുക്കട്ടെ. എന്നിട്ട് ഇന്ന് നേരത്തെ ചോറ് കഴിച്ച് നേരത്തെ കിടന്നുറങ്ങണം. കാരണം രാവിലെ ഇനിയിപ്പോൾ സ്കൂളിൽ പോകാനുള്ളതാണല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് വന്ന വഴിക്ക് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. മെയിനായിട്ട് ഉള്ളിപ്പൂവാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ആഹിലിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് വെച്ചത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബീറ്റ്റൂട്ടും ഉള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ ട്യൂഷനില്ലല്ലോ, രാവിലെ എടുക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം സമയമുണ്ട്, അപ്പോൾ രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. കുഞ്ഞു വീഡിയോ ആണേ. വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.